അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡല്ലേ ഫ്രൈഡ് റൈസ്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ഞാൻ കുറച്ച് ബസ്മതി റൈസ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വെള്ളം കൊണ്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. അത് പിന്നെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്സിക്കം എടുത്തു, ക്യാബേജ്, ക്യാരറ്റ്, ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുള്ളത്. ഈ അരി നമുക്ക് ആദ്യം വേവിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി അരി പാകത്തിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലല്ലോ കേട്ടോ വേവിക്കുന്നത്, നോർമലായിട്ട് അങ്ങ് വേവിക്കുക. കാരണം ഒരുപാട് വെന്ത് പോയാൽ അഴുക്കാണല്ലോ ഫ്രൈഡ് റൈസിൻ്റെ ആ പാകത്തിന് വേവണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അരി ഒരു 3/4 വേവാവുന്നത് വരെ ആണ് നമ്മൾ അതിൽ വേവിച്ചെടുക്കുന്നത്. നമ്മളിവിടെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരെണ്ണേ ഉള്ളായിരുന്നു, ഞാൻ അതുകൊണ്ട് അത് മൊത്തം അങ്ങ് എടുത്തു. ഇത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയുടെ തണ്ടുണ്ടെങ്കിൽ അതും അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞ് എടുക്കാനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാം. ഇതുപോലെ ബോൺലെസ് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചതച്ച് ഇടുമായിരുന്നു കേട്ടോ. ഉപ്പ്, ഇനി കുരുമുളക് പൊടി, പിന്നെ ഡാർക്ക് സോയ സോസ് ഒഴിച്ച് വേണം നമ്മൾ വറക്കാൻ. ഒരുപാട് വേണ്ട, കുറച്ച്. ചിക്കൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ടായി. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഫ്രൈഡ് റൈസിന് നല്ല കുഴഞ്ഞു പോരുതല്ല, നല്ല മണി പോലെ കിടക്കണം അരി. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ പൊരിച്ചെടുക്കാം. നമ്മളിതുപോലെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇത്ര ഇട്ട് ഒന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ അങ്ങ് ചേർത്തേക്കാം. നമ്മൾ ഉപ്പ് കുറച്ച് ഞാൻ ഇട്ടാണ് അരി വേവിച്ചത്. പിന്നെ അതുപോലെ നമ്മുടെ പാകത്തിന് ഇടാം. ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരുപാട് വെന്തങ്ങ് പോകേണ്ട, ഒരു ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്ന പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റിച്ച് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിക്കാം. 1-2 മുട്ട എടുക്കാം കേട്ടോ, അരിക്ക് അനുസരിച്ച്. അപ്പോൾ ഞാൻ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിപ്പോൾ ഒന്ന് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്യാം. ചിക്കി പൊരിച്ചെടുക്കാം. ഇത് തീ കൂട്ടിയിട്ടാൽ വേഗം റെഡി ആയിക്കോളും. മുട്ടയൊക്കെ നന്നായിട്ട് വേകണം കേട്ടോ. പറയുമ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വേഗണം. എപ്പോഴേ അത് ശ്രദ്ധിച്ചോ. നോൺ വെജ് ഐറ്റങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതുപോലെ അത് ഒരുപാട് ശ്രദ്ധിക്കണം. മുട്ടയുടെ കാര്യത്തിൽ നേരത്തെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുട്ടയല്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ അത് വേവണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഫ്രൈഡ് റൈസ് മസാലയാണ് കേട്ടോ. ഏത് എന്തെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു മസാല അങ്ങ് ചേർക്കുന്നേ ഉള്ളൂ, നമുക്കിഷ്ടമുള്ള മസാലയാണ്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതോട്ട് നമ്മൾ വേവിച്ച് വെച്ച അരി ചേർക്കാം. അരി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവം, എനിക്കത് കാണുന്നത് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമാണ്. അരിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി അതിനകത്തോട്ട് ചേർക്കാം. ഇളക്കാം. കണ്ടോ, നമ്മുടെ അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണല്ലോ വെന്ത് വന്നേക്കുന്നത്. ഇതുകൂടെ കൂടി ചേർക്കാം. അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എന്നിട്ട് ഇളക്കണം. ഇനിയിപ്പോൾ ഞാൻ വെച്ചിട്ട് ഇളക്കാം. എൻ്റെ കയ്യിൽ റൈസിലെ വളരെ മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം സോയ സോസ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല എന്താ മണം, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയാൻ വയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അല്ലാത്തവർ ഈ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്